കല്യാണം മുടങ്ങിപ്പോകുന്ന ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിലേക്ക് വേറൊരു പെൺകുട്ടി കടന്നു വരികയാണ്. ഹലോ, സ്റ്റോറീസ് ബൈ GKDയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നിട്ട് വീഡിയോ ബാക്കി കാണണം. മലയാളത്തിൽ ഒരു പുതിയ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഓണത്തിന് റിലീസാവുന്ന ഓടും കുതിര ചാടും കുതിര എന്ന മൂവിയുടെ ട്രെയിലറാണ് റിലീസായിട്ടുള്ളത്. ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും രേവതി പിള്ളയും ഇവരാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ. കൂടാതെ അതിൽ ലാലുണ്ട്, ഇടവേള ബാബു ഉണ്ട്. ഞാനിതിൽ വിക്കിപീഡിയ നോക്കിയപ്പോൾ അതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ, ലക്ഷ്മി ഗോപാലസ്വാമി, ബാബു ആന്റണി ഇങ്ങനെ കുറച്ച് പേരുടെ പേര് കണ്ടു. പക്ഷെ അവരൊന്നും ട്രെയിലറിലില്ല. മൂവി ഇറങ്ങിയാലേ അറിയുള്ളൂ ഇവരൊക്കെ മൂവിയിലുണ്ടോയെന്ന്. പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഡയറക്ടർ അൽതാഫ് സലീമാണ്, നമ്മുടെ പ്രേമം ബോയ് അൽതാഫ് സലീം. 2017 ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, ആ മൂവിക്ക് ശേഷം അൽതാഫ് ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത മൂവിയാണ് ഓടും കുതിര ചാടും കുതിര. ആൻഡ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് കേട്ടോ ഈ പുതിയ മൂവി വരുന്നത്. മൂവിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ജിൻഡോ ജോർജ് ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ജിൻഡോ ജോർജ് മുന്നേ അജഗജാന്തരം, പണി, ചാവേർ ഇങ്ങനെയുള്ള മൂവീസൊക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള തോന്നിയ കാര്യം ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ഇതിനകത്ത്. ആൻഡ് ഇതിലെ കോസ്റ്റ്യൂം ഡിസൈനർ മഷാർ ഹംസയാണ്. പുള്ളി ഇതിനു മുമ്പ് നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി അതിൽ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തല്ലുമാല, രോമാഞ്ചം ഇങ്ങനെയുള്ള മൂവീസിന് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് വൈബ്രൻറ്റ് കളേഴ്സിലുള്ള കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ. ഫുൾ കളർഫുൾ ആണ്. ആക്ച്വലി പറഞ്ഞാൽ ഹൃദയപൂർവ്വം മൂവിക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു കളർഫുൾ മൂവി ട്രെയിലറായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. നമുക്കൊരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു കളർഫുൾ മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫോളോ ചെയ്ത് വരുന്നതെല്ലാം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മൂവീസ് ആയിരിക്കും. കൂടുതൽ ഞങ്ങളെപ്പോലെ കൂടുതൽ എന്താ പറയുക, സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇങ്ങനത്തെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള മൂവീസാണ്. ആൻഡ് അൽതാഫ് സലീമിൻ്റെ മൂവിയുടെ ഒരു പ്രത്യേകത, ഭയങ്കര ഡെപ്ത് ഉള്ള മൂവീസ് ആയിരിക്കും. അതിൽ കുറച്ച് എന്തെങ്കിലും നല്ല കഥ അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഉള്ള മൂവീസ് ആയിരിക്കും. ഇതിലും അങ്ങനെ നല്ലൊരു കണ്ടന്റ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മൂവിയുടെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. ജസ്റ്റിൻ വർഗീസിന്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് അജഗജാന്തരം മൂവി, സൂപ്പർ ശരണ്യം ഒക്കെയാണ്. നമ്മുടെ ഒല്ലുലേ രുമാനിനങ്കേരേ ആ പാട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. ഈ മൂവിയിലും പാട്ടൊന്നും റിലീസായിട്ടുള്ള, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുള്ളൂ. നല്ല പാട്ട് വരുന്ന പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും മൂവിയുടെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, തൊടുത്ത് നല്ല അലുവാ കഷ്ണം പോലൊരു കുതിര. കുതിരനാരും പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. എന്ത് കുതിര കിട്ടിയില്ലേ അനുരാജ്? സംസാരിച്ച് ഉറപ്പിക്കാതെ നീല് നോക്കിയടാ. അവർക്ക് ചെറിയ വട്ടല്ല, മുഴുവട്ട്. വിഷയം റൊമാൻസ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളറകളിലേക്കൊന്നും പോകുന്നില്ല. റൊമാൻസ് ആണ്, റൊമാൻസ്. ട്വിസ്റ്റ് ഉണ്ട്. എന്താ എന്താ സ്റ്റാർട്ടറായിട്ട് ഇങ്ങനെ പോട്ടെ. പട്ട് പകരുവാണല്ലേ. എന്നെ ഇപ്പൊ കണ്ട രൺബീർ കപൂർ. രൺബീർ കപൂറായിട്ടുണ്ട്. ഈ ചാർലി സിനിമയ്ക്ക് ദുൽഖർ ഒരു കുതിരയുടെ പുറകെ ഇങ്ങനെ ഓടത്തില്ലേ, അന്ന് റണ്ണറപ്പായ കുതിര ഇത്.
മൂവിയുടെ ട്രെയിലർ ഭയങ്കര കളർഫുള്ളാണ്, പക്ഷെ അത് ഭയങ്കര ഇംപ്രസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അതിൽ കണ്ടന്റ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ആ ടൈറ്റിൽ ഓടും കുതിര ചാടും കുതിരയിൽ ഒരു മാംഗോ, അതിൻ്റെ മാങ്ങയുടെ ഷേപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, ഐ മീൻ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫഹദ് ഫാസിൽ കാണുന്ന ഒരു ഡ്രീമും കല്യാണി പ്രിയദർശൻ കാണുന്ന ഒരു ഡ്രീമും അത് ബേസ് ചെയ്തിട്ടാണ്. കല്യാണി കാണുന്നത് ഒരു കുതിരേനെയും ഫഹദ് കാണുന്നത് ഒരു കാർണിവലിലേക്ക് പോകുന്നതും അവിടെ കുറേ മാമ്പഴം അത് വെച്ച് എന്തോ ഉണ്ടാക്കുന്നതൊക്കെയാണ്. സോ ഇത് ഈ മാമ്പഴവും കുതിരയൊക്കെ ആയിട്ട് എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് ഈ മൂവിയിൽ എന്ന് വിചാരിക്കുന്നു. മൂവി കൂടുതലും ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫീൽഡിലുള്ള സ്കൂളൊക്കെ ആ ട്രെയിലറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫഹദ് ഫാസിലിന് ബാംഗ്ലൂർ ഒരു ഭയങ്കര ലക്കി ആയിട്ടുള്ള പ്ലേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം പുള്ളിയുടെ ആവേശം മൂവിയും ഭയങ്കര ഹിറ്റായിരുന്നു. സോ അതുപോലെ തന്നെ ഈ മൂവിയും ഭയങ്കര ഹിറ്റാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കല്യാണം മുടങ്ങിപ്പോകുന്ന ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിലേക്ക് വേറൊരു പെൺകുട്ടി കടന്നു വരികയാണ്. അവിടെയുള്ള കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ മുടങ്ങിപ്പോയ കല്യാണത്തിലെ സെയിം ഹീറോയിൻ പിന്നെയും തിരിച്ച് ഇവരുടെ ലൈഫിലേക്ക് വരുവാണ്. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ മൂവി കാണണം. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ. ഇവർ കാണുന്ന ഡ്രീംസും ഇവർ സോൾവ് ചെയ്യാൻ പോകുന്ന ഇവരുടെ പ്രശ്നങ്ങളും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻസും ഉണ്ട്. അതെന്താണെന്ന് കാണണമെങ്കിൽ നമ്മൾ ഓണത്തിന് ഇറങ്ങുന്ന മൂവി പോയി കാണണം. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മൂവിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രെയിലർ അത്ര ഇംപ്രസീവ് അല്ല. എനിക്ക് ഭയങ്കര ലോങ് ആയിട്ട് തോന്നി ട്രെയിലർ. ആൻഡ് അതിലെന്താണ് പ്രോപ്പർ കണ്ടന്റ് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അത് മൂവി കാണണം. കല്യാണി പ്രിയദർശൻ്റെ 2 മൂവീസ് ഇറങ്ങുന്നുണ്ട് ഓണം സമയത്ത്. ഒന്ന് ലോക ആൻഡ് ഒന്ന് ഈ ഓടും കുതിര ചാടും കുതിര. ഇത് കുറച്ച് ഭയങ്കര ഹ്യൂമർ ആയിട്ടുള്ളൊരു മൂവിയാണ്. മറ്റേത് ഫുൾ മാസ് മൂവിയാണ്. രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇറങ്ങുന്നത്. ഓഗസ്റ്റ് ലാസ്റ്റ് 28 ആൻഡ് 29 ഈ 2 മൂവീസിൻ്റെയും റിലീസ് വരുന്നത്. ഹൃദയപൂർവ്വം ആ സമയത്ത് തന്നെയാണ് ഇറങ്ങുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഭയങ്കര ഹിറ്റാവാൻ പോകുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഈ ഓടും കുതിര ചാടും കുതിര എന്നുള്ള മൂവി ഒരു നെപ്പോ കിഡ് മൂവിയാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് കല്യാണിയും ഫഹദ് ഫാസിലുമാണ്. എനിക്കിവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെപ്പോ കിഡ്സിൽ അത്യാവശ്യം നന്നായിട്ട് നാച്ചുറലായിട്ട് അഭിനയിക്കാൻ അറിയുന്ന 2 ആൾക്കാരാണ്. കല്യാണി ആദ്യമായിട്ടാണ് ഫഹദ് ഫാസിലിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. മൂവി അവരുടെ കെമിസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മൂവി കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ നല്ലത് അതിലെന്തെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ യങ് ആക്ടേഴ്സിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ, അതായത് നമ്മുടെ ഫഫ. എനിക്ക് ഫഹദ് ഫാസിൽ, ആസിഫ് അലി, പിന്നെ അന്നും ഇന്നും എന്നും നമ്മുടെ നിവിൻ പോളിയാണ് പേഴ്സണൽ ഫേവറേറ്റ്. സോ അതിൽ ഫഹദ് ഫാസിലിൻ്റെ മൂവി ആൻഡ് അതിൽ കോമ്പിനേഷൻ വരുന്നത് കല്യാണി ആയിട്ടാണ്. സോ നല്ല മൂവിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണം ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക്. എനിക്ക് ഹൃദയപൂർവ്വം കാണണം, ഈ മൂവിയും കാണണം. ഞാൻ അത്ര ഭയങ്കര ഡാർക്ക് മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഭയങ്കര ഹാപ്പി മൂഡ് തരുന്ന മൂവീസ് കാണാനാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഈ 2 മൂവിയും എൻ്റെ ലിസ്റ്റിലുണ്ട്. ലോക അറിയില്ല ഞാൻ കാണുമെന്ന്. കല്യാണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ മൂവി കാണണോ വേണ്ടയോ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇനിയും ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റോറീസ് ബൈ GKD എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സോ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.